ഫൈനലി എന്റെ ഒരു കുഞ്ഞു ഷോപ്പ് ഞാൻ തുറന്നിട്ടുണ്ട്. ഇനാഗ്രേഷൻ ചെയ്തത് വേറെ ആരുമല്ല, എന്റെ അമ്മ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുൾ ഡേ വ്ളോഗ് കണ്ടാലോ. രാവിലെ ഒരു 5 മണിയായപ്പോൾ തന്നെ നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി നമ്മളെ സ്ഥലത്ത് പോയായിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂറത്തെ പണിയുണ്ട്. അവിടെ മൊത്തം ക്ലീൻ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ നമ്മളൊന്ന് കോവിലിൽ പോയി. എന്ത് തുടങ്ങുന്നെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു ഫീൽ കിട്ടാൻ വേണ്ടി അമ്പലം ബെസ്റ്റ് ആണ്. അമ്പലത്തിലെല്ലാം പോയ ശേഷം നമ്മൾ ജ്യൂസ് എല്ലാം പാക്ക് ചെയ്തിട്ട് FSSAI ലൈസൻസ് എടുത്തോണ്ട് ഇറങ്ങി. നമ്മുടെ സാധനങ്ങളെല്ലാം ഈ ഒരു വണ്ടിയിലാണ് കൊണ്ടുപോയത്. അങ്ങനെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത ശേഷം നേരെ നമ്മൾ കട അങ്ങോട്ട് ഓപ്പൺ ആക്കി. ഇത് മാത്രമല്ല കുറച്ച് സാധനങ്ങളും ഉണ്ട്. അമ്മ തന്നെ ഫസ്റ്റ് ഇനാഗ്രേഷൻ ചെയ്ത് പൈസ ഒന്ന് വാങ്ങിച്ചു കുടിച്ചു. ഇതാണ് എന്റെ മെനു. ആകെ ഒരു 5 ടൈപ്പേ ഉള്ളൂ. ഗ്രേപ്പ് ജ്യൂസും വിർജിൻ മൊജിറ്റ്, മുഹബ്ബത്ത് സർബത്തും, മാംഗോ മിൽക്ക് ഷേക്കും, പാഷൻ മൊജിറ്റാണ് ഉള്ളത്. നമുക്ക് പയ്യന്മാരെല്ലാം വന്നു തുടങ്ങിയായിരുന്നു. നല്ല സപ്പോർട്ടാണ് എല്ലാവരും അവിടെ. ഈ ഒരു ബിസിനസ് ചെയ്യാൻ പോലും കയ്യിൽ ആ ഒരു കാശ് കിട്ടുമ്പോൾ ഒരു ഫീൽ. നമ്മുടെ മുഹബ്ബത്ത് സർബത്തും മിൽക്ക് ഷേക്കും 2 ടൈപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ വട്ടം ക്യാമസിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് ദിവസം ആരും വാങ്ങിക്കില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് പേര് നമ്മളെ നിന്ന് വാങ്ങിച്ചു കുടിച്ചു. ഇതിനായിട്ട് എന്റെ സ്റ്റോളിൽ ഫോക്കസ് ചെയ്യുന്ന 2 കാര്യമാണ്. ഒന്ന് ഹൈജീനും, രണ്ടാമത് നമ്മളെ ജ്യൂസിന്റെ ക്വാളിറ്റി. ഷെഫിന്റെ ജോബ് 5 സ്റ്റാർ ഹോട്ടലിൽ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ നാണക്കേടില്ലെന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു നാണക്കേട് എന്തെങ്കിലും ഫീൽ ആവത്തുള്ളൂ. വലിയൊരു ഡ്രീം വെച്ച് ചെറിയൊരു കാര്യം തുടങ്ങിയതാണ്. എവിടെ എത്തും എങ്ങനെ എത്തുന്നു എനിക്ക് അറിയത്തില്ല. 5 മണി വരെയാണ് ഞാൻ ഇട്ടേക്കുന്ന സ്റ്റോള്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ റീൽ ഇടുന്ന ചേട്ടനല്ലേ എന്ന് ചോദിച്ചു. കുറച്ച് പേരൊക്കെ നമ്മളെ തിരിച്ചറിഞ്ഞു തുടങ്ങി. നല്ല റിവ്യൂ ആയിരുന്നു. ജ്യൂസൊക്കെ ഇഷ്ടപ്പെട്ട് നാളെയും വരാമെന്ന് പറഞ്ഞു. നമുക്ക് നാളത്തെ വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.